വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഛത്തീസ്ഗഡിൽ നക്സലൈറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളിയും. പാലോട് സ്വദേശി വിഷ്ണു ആറാണ് മരിച്ച മലയാളി ജവാൻ. മറ്റൊരു ജവാൻ ശൈലേന്ദ്രയും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. 2 സൈനികരുടെ നില ഗുരുതരമാണ്. ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. ഛത്തീസ്ഗഡിൽ നടന്ന നക്സൽ ആക്രമണത്തിൽ ഒരു മലയാളി ജവാൻ കൂടി വീരമൃത്യു വരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആണ് വീരമൃത്യു വരിച്ചത്. 35 വയസ്സായിരുന്നു. CRPF കോബ്ര യൂണിറ്റിലെ ജവാനാണ് വീരമൃത്യു വരിച്ചത്. ഈ നക്സൽ ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായിട്ടായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. ഈ വാഹന വ്യൂഹത്തിന് നേരെയാണ് നക്സൽ ആക്രമണം ഉണ്ടായത്. വിഷ്ണു ഈ വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു. വീടിന്റെ പാലുകാച്ചലിന് നാട്ടിൽ വന്ന് മടങ്ങിയിട്ട് 1 മാസമായതേ ഉള്ളൂ. 3ഉം 6ഉം വയസ്സുള്ള 2 ആൺകുട്ടികളുണ്ട് വിഷ്ണുവിനൊപ്പം തന്നെ ശൈലേന്ദ്ര എന്ന 29 വയസ്സുള്ള ഒരു ജവാൻ കൂടി വീരമൃത്യു വരിച്ചിട്ടുണ്ട്. വിഷ്ണു നന്ദിയോട് പഞ്ചായത്തിൽ നവോദയ വാർഡിലാണ് താമസക്കാരനാണ്. ചെറ്റച്ചൽ ഭാഗത്താണ് താമസിക്കുന്നത്. നവോദയ സ്കൂളിനടുത്താണ് ഈ വീട്. 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, അച്ഛനും കുടുംബമാണ്. ഇപ്പോ വന്നിട്ട് പോയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ വീടിന്റെ പാല് കാച്ചി കഴിഞ്ഞിട്ട് പോയതാണ്. 1 മാസമേ ആയിട്ടുള്ളൂ പോയിട്ട്. ഒരുപാട് എല്ലാവർക്കും ദുഃഖം താങ്ങാനാവാത്ത വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. റിലേഷനിലുള്ള ഒരാള്, വിഷ്ണുവിന്റെ റിലേഷനിലുള്ള ഒരു കക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ലീവിനുണ്ട്. അപ്പൊ ആ കക്ഷി മുഖാന്തരമാണ് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഛത്തീസ്ഗഡിൽ സ്ഥിരമായി നക്സൽ ആക്രമണം നടക്കുന്ന പ്രദേശമാണ് സുഗ്മ. ഇവിടെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. വൈകിട്ട് 3-നായിരുന്നു സംഭവം. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ 2 പേരുടെ നില ഗുരുതരമാണ്. ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. സ്ഫോടനത്തിന് പിന്നാലെ കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് അയച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മൃതദേഹം ഇപ്പോൾ വനത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇത് എപ്പോൾ ഭൗതിക ശരീരം എപ്പോൾ നാട്ടിലെത്തും തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രദേശത്ത് എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ.